ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ട് കാണുന്ന ഒരു ഐറ്റം ആണല്ലേ ഇടിയിറച്ചി. അപ്പോൾ ഞാനും വിചാരിച്ചു അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ സംഭവം എന്തായാലും ഉഷാറാണ്. നമുക്കതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ഞാൻ ഏകദേശം ഒരു 25ഓളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു കുടം ഫുള്ള് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 2-3 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് മൂന്നും ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായി പേസ്റ്റ് പോലെ ആവരുത്. നമുക്ക് ഒരു കല്ലിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു 3/4 കിലോ അളവിലുള്ള ബീഫാണ്. അതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യണം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെ ചെറിയ നാരായിട്ട് പൊടിച്ചെടുക്കുക. പിന്നെ ഇറച്ചി പീസ് മാത്രമാണ് നമുക്കിതിന് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇനി ഇടിയിറച്ചിയുടെ മസാല തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചൂടായ പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലിട്ടിട്ട് നമ്മൾ ചതച്ച് വെച്ച ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ കുടം എന്നാണ് കേട്ടോ പറയുക. ഒരു കുടം വെളുത്തുള്ളി അങ്ങനെയൊക്കെയാണ് പറയുക. ചില സ്ഥലങ്ങളിൽ ഒരു ബൾബ് എന്നൊക്കെ പറയും. അപ്പോൾ എന്തായാലും അത് ഫുള്ളായിട്ട് തന്നെ എടുക്കണം. ഞാനത് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ പറഞ്ഞതാണ്. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ആദ്യം ചതച്ച് വെച്ചിട്ടുള്ള ചെറിയുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ബീഫ് കൂടുതൽ അളവിൽ എടുക്കുന്നുണ്ടെങ്കിൽ ചെറിയുള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ അളവ് കൂട്ടിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാനിതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് ഒപ്പം തന്നെ ഇഞ്ചിയും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ ആ റോ സ്മെല്ലൊക്കെ ഒന്ന് പോകുന്നത് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചി ഞാൻ ഏകദേശം 1 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചിയാണ് കേട്ടോ. അങ്ങനത്തെ 3 പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അളവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ എടുത്തു കൊടുക്കുക. ഇനി ഇതൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റും കൂടെ ഇട്ട് കൊടുക്കാം. അധികം മസാലാസ് ഒന്നും നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. പിന്നെ ഇത് ഭയങ്കര ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഡ്രൈ ആയിട്ട് ബീഫ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ലതാണ്. ഈ റെസിപ്പി ഒരുപാട് ഇഷ്ടപ്പെടും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്ത് ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യുമ്പോഴും അതിൽ വാട്ടർ കണ്ടൻറ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ റോ സ്മെല്ലൊന്ന് പോയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പൊടികളും മസാലകളും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ചെറിയുള്ളിയൊക്കെ കൂടുതലായിട്ട് വഴണ്ട് പോകരുത്. നമുക്കൊന്ന് ജസ്റ്റ് കടിക്കാനുള്ള ഒരു ക്രിസ്പിനെസ് കിട്ടുന്ന രീതിയിൽ വേണം വഴറ്റിയെടുക്കാൻ. അത്രയും വഴറ്റി കൊടുത്താൽ മതി. ഇനി ഞാനിതിലേക്ക് ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം കാശ്മീരി ചില്ലി ഇടുകയാണെങ്കിൽ നല്ലൊരു കളറും കൂടെ കിട്ടും. അതില്ലാത്തവർ ഇങ്ങനെ ആയാലും ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിൻ്റെ റോ സ്മെല്ലൊക്കെ പോകുന്ന രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കാം. മസാലപ്പൊടികളൊക്കെ കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ബീഫ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. വേറെ മസാലപ്പൊടികളൊന്നും ആഡ് ചെയ്തിട്ടില്ല. അത് മാത്രം ചേർത്ത് കുറച്ച് വെള്ളത്തിലൊന്ന് വേവിച്ചെടുത്തതാണ്. അപ്പോൾ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഈ മസാലയും ബീഫും തമ്മിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ മസാല കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. എന്നിട്ട് ബീഫ് നമ്മൾ പൊടിച്ചെടുത്ത കാരണം മസാല പിടിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ സമയമെടുത്ത് മിക്സാക്കി എടുക്കണം. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ മിക്സാക്കി എടുക്കാം. ഇനി നമ്മൾ എരിവിനായിട്ട് മെയിനായിട്ട് ചേർക്കുന്നത് കുരുമുളകാണ്. ഏകദേശം 2 ടീസ്പൂൺ അളവിൽ കുരുമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം.
ഓവർ സ്പൈസി ആക്കേണ്ടവർക്ക് കുറച്ചും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ അളവിൽ ചേർത്താൽ തന്നെ ആവശ്യത്തിനുള്ള എരിവുണ്ടാവും. പിന്നെ നമ്മളിതിലേക്ക് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു ടേസ്റ്റിന് ഏകദേശം ഞാനിവിടെ ഒരു 2-3 ചില്ലി ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതും കൂടെ ചേർത്ത് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അധികം പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അധികം ഇൻഗ്രീഡിയൻസും ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഈ ടൈമിൽ ഞാൻ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉപ്പ് തീരെ ചേർത്തിട്ടില്ല. ബീഫ് വേവിക്കുമ്പോൾ ചേർത്ത ഉപ്പ് മാത്രമേ ഉള്ളൂ. നമ്മൾ മസാലയൊക്കെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു. അതും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായി മിക്സാക്കി എടുക്കുന്നുണ്ട്. നന്നായി ഡ്രൈ ആക്കി എടുക്കുക. വാട്ടർ കണ്ടൻ്റ് ഒന്നും ഇല്ലാതെ തന്നെ ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ബീഫ് ഫ്രിഡ്ജിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. നമ്മൾ സവാളയും തക്കാളിയും കട്ട് ചെയ്ത് വഴറ്റി കൊടുക്കുന്ന ടൈമൊന്നും വേണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഇടിയിറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൊറോട്ടയുടെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ തന്നെയാണ് കേട്ടോ നല്ല ബെസ്റ്റ് കോംബോ. ഇത്രയേ ഉള്ളൂ. ഇനി ഫൈനലായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ മുകളിലൊന്ന് തൂവി കൊടുക്കുന്നുണ്ട്. അതും കൂടെ ആകുമ്പോൾ നല്ല അടിപൊളി ഫ്ലേവറായിരിക്കും. ഇനി അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ കഴിക്കുന്നതിലും ടേസ്റ്റ് കുറച്ച് നേരം മൂടി വെച്ച് കുറച്ച് ടൈം കഴിഞ്ഞിട്ട് കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇരിക്കുന്നതോറും അതിനൊരു ടേസ്റ്റൊക്കെ ഒന്ന് കൂടി വരും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുത്ത ഇടിയിറച്ചി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കാനും വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.